പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പോലെ എല്ലാവരും ഇടയോഗങ്ങൾക്ക് വരുവാണെങ്കിൽ വളരെ സന്തോഷമാണ്. പിന്നെ മറ്റ് ഓരോരോ തടസ്സങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരും. എത്രയും ദൈവവചനം കേൾക്കുന്നത് നമുക്ക് അനുഗ്രഹകരമായ കാര്യമാണ്. ദൈവവചനം ഉള്ളതുപോലെ കേൾക്കുന്നത് അനുഗ്രഹമാണ്. ഈ ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ അവിടെ ഇവിടെയും നമ്മുടെ സഭകളെക്കുറിച്ച് പലതും കേൾക്കും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ സ്വർഗരാജ്യത്തിൽ പോകാനുള്ള വഴി മാത്രം നോക്കുക. നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, അനീതി ചെയ്യുന്നവൻ എന്ത് ചെയ്യട്ടെ? അനീതി ചെയ്യട്ടെ. അശുദ്ധൻ ഇനി എന്ത് ചെയ്യട്ടെ? അശുദ്ധിയിലങ്ങ് ആറാടട്ടെ. നീതിമാൻ നീതി ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നമ്മുടെ കാര്യം, നമ്മുടെ രക്ഷയെക്കുറിച്ചും നമ്മുടെ നിത്യതയെക്കുറിച്ചും നാം ചിന്തിക്കുക. നാം വെളിപ്പാട് പുസ്തകത്തിലാണ് നിൽക്കുന്നതെങ്കിലും അവിടെ ഈ സഹസ്രാബ്ദ വാഴ്ച വന്നപ്പോൾ അതിനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം കൂടെ പറയാനുണ്ട്. അപ്പം എന്നാന്ന് ചോദിച്ചാൽ, സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുമ്പോൾ 1000 ആണ്ട് നാമും കർത്താവും ദൈവജനം ഒന്നിച്ച് താമസിക്കുന്ന ഒരനുഭവമാണ്. അതിനകത്ത് നമ്മളുണ്ട്. ഹല്ലേലൂയ. നമ്മളുള്ളത് കർത്താവിൻ്റെ കാന്ത മണവാട്ടിയായിട്ടാണ് നമ്മൾ. മറ്റുള്ള പുതിയ ഇസ്രായേലുണ്ട്, പക്ഷേ അവർ കാന്തയുടെ പൊസിഷൻ അല്ല. അതറിയണമെങ്കിൽ ഒരു കല്യാണത്തിന് നമ്മൾ പോയി എത്ര വലിയ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും മണവാളനും മണവാട്ടിയും അവിടുത്തെ മെയിൻ താരം. ഹല്ലേലൂയ. അപ്പം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മെയിൻ താരമെന്ന് പറയുന്നത് നമ്മളാണ്. ചിലർ ചോദിക്കാറുണ്ട്, നമ്മളെന്തിനാ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പഠിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ സഭയല്ലേ, അതിനു മുമ്പ് നമ്മൾ എടുക്കപ്പെടുകയല്ലേ? ശരിയാ, അതിനു മുമ്പ് എടുക്കപ്പെടും. അതിനു മുമ്പ് കർത്താവിൽ നാം എടുക്കപ്പെടും. പക്ഷേ കർത്താവ് സഹസ്രാബ്ദ വാഴ്ചയിൽ സ്ഥാപിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വരുമ്പം അവനോടൊപ്പം അവൻ്റെ മണവാട്ടിയായ നാമുണ്ട്. അവനോടൊപ്പം അവൻ്റെ മണവാട്ടിയായ നാമുണ്ട്. അതാ നമ്മുടെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ സന്തോഷമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ കാന്തയായിട്ട് മണവാട്ടിയായിട്ട് അവനോടൊപ്പം തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ, വേദനയില്ലാത്ത ശരീരം, രോഗമില്ലാത്ത ശരീരം, പ്രഷർ ഇല്ലാത്തത്, ഷുഗർ ഇല്ലാത്തത്, കൊളസ്ട്രോൾ ഇല്ലാത്തത്, അതുമല്ല സ്തോത്രം, യാതൊരു വിധമായ ഊനവുമില്ലാത്ത ശരീരം. അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. ഇവിടുത്തെ ഞാൻ പറയുന്നത്, ഇവിടുത്തെ കാര്യത്തിൽ നമ്മളെല്ലാവരും അധ്വാനിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ ഒരിടത്തുനിന്ന് നമ്മളെ ആരും അഡ്മിറ്റ് ചെയ്യുകയില്ല. നമുക്ക് പണമില്ലാതെ വരട്ടെ, പൈസ ഇല്ലാതെ വരട്ടെ, നമ്മളൊരു യൂസ്ലെസ് ആയിട്ട് നമുക്കൊരു പ്രയോജനമില്ലാതെ വരട്ടെ, ആരും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. പ്രിയമുള്ളവരെ, നോക്കത്തില്ല. അത് എന്നാന്ന് വെച്ചാൽ, നമ്മളെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നമ്മളൊരു ബാധ്യതയായി തീർന്നാൽ എന്ത് ചെയ്യും? സ്തോത്രം. വയ്യാതെ നമ്മൾ കിടന്നു പോയാൽ എന്ത് ചെയ്യും? പിന്നെ കുഞ്ഞുങ്ങൾ അവർ നമ്മളെ നോക്കും, പക്ഷേ എന്നാലും അവർക്കെന്തോ ഒരു ബന്ധപ്പാടാണ്. അപ്പം നമുക്കുള്ളത് ഏറ്റവും വലുത് നമ്മുടെ കർത്താവുമായിട്ടുള്ള വാസവും ആ ബന്ധവുമാണ്. ഒരു മക്കളും ഒരു പൂച്ചെണ്ടും തരാൻ പോകുന്നില്ല. കാരണം സ്നേഹമുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ കർത്താവുമായുള്ള ബന്ധം, അവിടെയാണ് നമ്മുടെ ആനന്ദം. അവിടെ ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, മരുമക്കളില്ല, കൊച്ചുമക്കളില്ല. നാമും കർത്താവുമായുള്ള അനുഭവം. ഹല്ലേലൂയ. നാമും കർത്താവുമായുള്ളൊരു ബന്ധം, ആ ഒരു ബന്ധമാണ് വലിയ ബന്ധം. സഹസ്രാബ്ദത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ അറിവുകൾക്കെല്ലാം മാറ്റം വരും. ഹല്ലേലൂയ. നമുക്കിപ്പോൾ ഏത് ഭാഷയാണെന്നൊന്നും അറിയണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ദൈവീക അനുഭവം, കർത്താവിനെ പോലെയുള്ള അനുഭവം. സ്തോത്രം. ഭാഷ കലക്കിയത് ദൈവം തന്നെയാണ്. ഭാഷ കലക്കിയത്. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഒരു ഭാഷ,
സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഈ ഭാഷയും മാറും, നമ്മുടെ രീതി മാറും, എല്ലാം മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നമ്മളെല്ലാവരും ജീവിക്കുന്നത് വയറിന് വേണ്ടിയാണ്. ഒരുച്ചാൻ വയറിന് വേണ്ടിയല്ല ഈ ബന്ധപ്പാടെല്ലാം. ഈ മരിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വയറില്ല പ്രിയമുള്ളവരെ, അസ്ഥിയൊക്കെ മാത്രമുണ്ട്. അല്ലൊന്ന് കാണണം. ഈ ആളുകൾ കുഴിച്ചെടുക്കുന്ന അസ്ഥിക്കകത്ത് ഈയിടെ ഞാൻ കണ്ടത് സത്യമാണോ എന്നറിയത്തില്ല, 15 അടി ഉയരമുള്ള ഒരസ്ഥി ഈ ഇവർ ആർക്കിയോളജിസ്റ്റ് ഇങ്ങനെ കുഴിച്ചെടുക്കുന്ന ആളുകൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അത് അവർ ടേപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. പഴയ കാലത്ത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ അവിടെ ആരുണ്ടായിരുന്നു? മല്ലന്മാരുണ്ടായിരുന്നു. പുസ്തകമൊന്നും തെറ്റല്ല, മല്ലന്മാരുണ്ടായിരുന്നു. അത് വിരലിന് 6 കൈക്ക് 6 കൈക്കും കാലിനും 6 ഇതുള്ളവർ. നമുക്ക് 5, 5, 10, 20 വിരലാണ് ഉള്ളത്. പക്ഷെ ഇവർക്ക് 24 വിരലുണ്ട്. അപ്പോൾ വേദപുസ്തകത്തിനൊന്നും തെറ്റ് പറ്റിയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കാര്യവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിങ്ങനെ പറയുമ്പോൾ ആളുകൾ ആയിരിക്കും പാസ്റ്ററുടെ തോന്നല, ഞാൻ ഇത്രയും പ്രായമായില്ലേ, എന്തെല്ലാം കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. സ്തോത്രം. തിരുവചനം പറയുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ടും അനേകരുടെ സ്നേഹം എന്ത് ചെയ്യും? തണുത്തു പോവും. ഹല്ലേലൂയ. അനേകരുടെ സ്നേഹം തണുത്തു പോകും അധർമ്മം പെരുകുന്നതുകൊണ്ട്. പണ്ടൊക്കെ നമ്മളുമായി പരിചയമില്ലാത്ത ആളുകളും യാത്ര ചെയ്ത് നമ്മുടെ വീടുകളിൽ വന്ന് താമസിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാൻ വയ്യാത്തവരെ നമ്മൾ താമസിപ്പിക്കുമോ? താമസിപ്പിക്കത്തില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സിവിൽ എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നൊക്കെ ചെറിയ പെരകളാണ് ഞങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പം ഒരു പോർട്ടിക്കോ മുറിയുള്ള പെരയൊക്കെ വരയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കോടി ഓട അന്ന് വാർക്കയൊന്നുമില്ല. അതൊക്കെ വരയ്ക്കുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം, ഒരു പോർട്ടിക്കോ മുറി. അപ്പോൾ അന്ന് ഈ പോർട്ടിക്കോ മുറി എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറെ വശത്ത് ഒരു തിണ്ണയുണ്ട്, ഇറയുണ്ട് തിണ്ണ. അന്നേരം ആ തിണ്ണയെന്നാണ് ഈ മുറിയിലോട്ട് കയറാൻ പറ്റുള്ളൂ. അതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മളുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആളുകളെ കിടത്താനാണ് ആ മുറി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാനിത് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇനി രാത്രിയിൽ അവൻ പിടച്ച് കയറി നമ്മുടെ പെരയ്ക്കകത്തോട്ട് കയറത്തില്ലല്ലോ, കയറിയാൽ അവന് തിണ്ണേന്ന് ഇറങ്ങി അങ്ങ് പോകാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അധർമ്മം പെരുകുന്നതുകൊണ്ട് നമ്മുടെ സ്നേഹം തണുത്തു പോകും. ഇപ്പം ആർക്കെങ്കിലും ഒന്ന് ലിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ? സ്കൂട്ടറിൽ പോകുമ്പോൾ അല്ലെ വണ്ടിയെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റുമോ? അവർ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അവർക്കൊല്ലം പറ്റിയാൽ നമ്മളിവിടെ പിടിക്കും. നമുക്ക് പ്രശ്നമാണ്. സ്നേഹം എന്ന് ഓർത്ത് ഹെൽമെറ്റ് ഇല്ലാത്തവരെ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകരുത് കേട്ടോ. പിടിച്ചാൽ നമ്മളും അകത്ത് പോകും, പ്രശ്നമാവും. ഇനി അവർക്ക് വല്ലതും പറ്റിയാലോ, ഉരുണ്ട് വീണ് പറ്റിയാൽ കേസ് വരുമ്പം നമ്മളെ വണ്ടി ഹെൽമെറ്റ് ഇല്ലാതെ ഓടിച്ചു, ഓണർക്ക് പ്രശ്നം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, സ്തോത്രം, ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും കൂടെ മാറി വായിക്കണം. യെശയ്യാവ് 11:1. എന്നാൽ ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ് ഇത്. സഹസ്രാബ്ദത്തിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണതയിലേക്ക് വരും. മനസ്സിലാകുന്നുണ്ടോ? ശാന്തമായിട്ട്. കർത്താവിൻ്റെ മേലുള്ള പ്രവചനമാണ് അത്. ജ്ഞാനത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. ദൈവമക്കൾക്ക്, കർത്താവിനെ പിൻപറ്റുന്ന ദൈവമക്കൾ പ്രത്യേകമായ ഒരു ജ്ഞാനം നമുക്ക് വേണം. നമ്മൾ ഈ പറയുന്ന വാക്കിനെല്ലാം കയറി ചെവി കൊടുക്കരുത്, പറയുന്നതിനെല്ലാം തിരിച്ചു പറയരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, ഒരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. സ്തോത്രം. ചിലപ്പോൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആളുകൾ എന്തെങ്കിലും പറയും. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ അത് വേറൊരാളോട് പറയുമ്പോഴത്തേക്ക് അത് അതിലും വലിയ സീരിയസ് ആകും. പറഞ്ഞ അർത്ഥത്തിലായിരിക്കത്തില്ല പറയുന്നത്. സ്തോത്രം. അതേസമയം ദൈവമക്കൾക്ക് ആ ഒരു ജ്ഞാനമുണ്ടാകണം. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് ആ ഒരു ജ്ഞാനമുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ജ്ഞാനത്തിൻ്റെയും
വിവേകത്തിൻ്റെ ആത്മാവ്. അടുത്തത് ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. ആലോചനയുടെ ആത്മാവ്. എന്തെങ്കിലും ആലോചിച്ചാണോ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ആളുകൾക്ക് ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ട്. അവൻ്റെ ഒരു ആലോചനയുണ്ട്. എങ്ങനെയാ പോകേണ്ടതെന്നുള്ള ഒരു ആലോചനയുണ്ട്. ചിലർക്ക് യാതൊരു ആലോചനയില്ല. പ്രവാചകൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, സഹോദരിമാർ പിണങ്ങരുത്, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെന്ന് എഴുതിയിരിക്കുന്നത്. ചിന്തയില്ലാത്ത. അപ്പോൾ പറയും ഞങ്ങൾക്ക് നല്ല ചിന്തയാണ് പാസ്റ്ററെ, കിടന്നുറങ്ങുന്നില്ല ഞങ്ങൾ രാത്രി, നാളത്തെ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല, സ്തോത്രം, അങ്ങനെ എഴുതിയിരിക്കുക, സ്തോത്രം. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യം ഉണ്ടെങ്കിലും ഒരാലോചന വേണം, വിവേകം വേണം. വിവേകമില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. വിവേകമില്ല, നമുക്ക് വിവേകം വേണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാം വിവേകത്തോടെ നമ്മൾ ഇടപെടാവുള്ളൂ. നമ്മുടെ ജീവിതയാത്രയും വിവേകത്തോടെ ആയിരിക്കണം, ഇടപെടലുകൾ വിവേകത്തോടെ ആയിരിക്കണം. സ്തോത്രം. അടുത്തത് പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്. സ്തോത്രം. നമ്മൾ ശ്രദ്ധിച്ചോ? ഈ ആത്മാവെന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. ഇപ്പം ഞങ്ങൾ ബീച്ചിലൂടെ എറണാകുളത്ത് ചെന്നപ്പോൾ ഒരു അച്ചായൻ പറഞ്ഞ് അങ്ങ് പാസ്റ്ററെ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാനൊന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വരുവാന്ന്. അപ്പോൾ രവീന്ദ്രൻപേരനൊക്കെ അറിയാവുന്ന സാക്ഷ്യം പറയാൻ. അതൊക്കെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും പോയി സാക്ഷ്യം പറഞ്ഞിട്ടുള്ള. ഞാൻ പറഞ്ഞപ്പോൾ ഒന്നച്ചായ ഇവിടെ ഞായറാഴ്ച സമയമില്ല ഇതൊന്നും കേൾക്കാൻ, നമുക്കിവിടെ സമയമില്ല. അച്ഛൻ ഇവിടുന്ന് തുടങ്ങി ഇനി കേരളത്തിൽ നിന്ന് അങ്ങ് നേപ്പാൾ വരെ ചെല്ലണ്ടേ, പിന്നെ നേപ്പാളിൽ നിന്ന് തിരിച്ച് കൽക്കട്ട വഴി തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സഭായോഗം തീരേണ്ട സമയമാകും. ഇനി അഥവാ വന്നു പോയെങ്കിൽ 2 മിനിറ്റ് കൊണ്ടൊന്ന് പറയരുതോ, ഞാൻ ഇവിടുന്ന് ഇനി വണ്ടി വിട്ട് കഴിഞ്ഞേച്ച് തമിഴ്നാട് കയറണം, ആന്ധ്രാപ്രദേശ് കയറണം, അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര കയറണം, മധ്യപ്രദേശ് കയറണം, അങ്ങനെ കയറിയ ആളുകൾ പറയത്തുള്ളൂ. നമ്മുടെ സാക്ഷ്യങ്ങളും ശ്രദ്ധിക്കണം, ചുരുക്കമായിരിക്കണം. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഇതൊന്നും കേൾക്കാൻ സമയമില്ല. സ്തോത്രം. അപ്പോൾ അത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു 12 മണിക്കൂർ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല, അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. കാരണം ഇവിടെ 12 മണിക്കൂറും ആളുണ്ടാവും, 9 മണി മുതൽ വൈകിട്ട് 9 വരെ. അപ്പം താഴെ നമ്മൾ കഞ്ഞിയും പയറും കാണും. ആവശ്യമുള്ളവർക്ക് മാത്രം, ഇവിടെ ഫോർമാലിറ്റി ഒന്നുമില്ല. തല ഇറങ്ങി വീഴുമെന്ന് തോന്നുന്നവർക്ക് അവിടെ പോയി കഞ്ഞി കുടിക്കാം. അത് എടുത്തു തരാനൊന്നും ആൾ കാണത്തില്ല. അവിടെ കലത്തിനകത്ത് കാണും, പാത്രവും കാണും. കാരണം അത് ആരോടും നീ വരുന്നോടി എന്നൊന്നും ചോദിക്കരുത്. ആരോടും വേണ്ടിയവർ പോകുക, എന്നിട്ട് കയറി വരിക. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിരിക്കുക. ചില സഭകളിലൊക്കെ ഉണ്ട്, അത് വലിയ അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. അപ്പം ആളുണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതേസമയം നമ്മൾ വേറൊരു കാര്യമാണെങ്കിൽ നമുക്ക് 12 മണിക്കൂർ കുഴപ്പമില്ല. നമ്മളൊക്കെ ഇനി യാത്ര ചെയ്തിട്ടുള്ളവരാ. അപ്പോൾ ചിലയിടത്ത് 7 മണിക്കൂർ ഇരിക്കണം, ചിലയിടത്ത് 8 മണിക്കൂർ ഇരിക്കണം. പക്ഷെ നമ്മൾ ഇരിക്കാതെ പോകാൻ പറ്റുമോ? നമുക്ക് പോകണ്ടേ? എങ്ങനെ സമയം കളയും? കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങാൻ കഴിവുള്ളവർ ഉറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ആലോചനയുടെ ആത്മാവ്. 2ാമത്തെ വാക്യം വായിച്ചോ? 9ാമത്തെ വാക്യം കൂടെ വായിച്ചു. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ. സമുദ്രം വെള്ളം കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ. യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ. യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് ഭൂമി പൂർണ്ണമായിരിക്കുക. ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട്. ഈ സഹസ്രാബ്ദത്തിൽ ഒരു ദോഷവും ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഒരു ദോഷവും ആർക്കും ചെയ്യത്തില്ല. കാരണം ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുക. സ്തോത്രം. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷവും നാശമോ ആരും ചെയ്യുകയില്ല. ഒരു ദോഷവും നാശവും ചെയ്യുകയില്ല. എന്തുകൊണ്ടാ? ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ടാ. ഇന്ന് ആളുകൾ ദോഷം ചെയ്യും. ഇന്നത്തെ ദോഷമില്ല. വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവനവൻ്റെ വീട്ടുകാർ തന്നെ അവരവർക്ക് എന്താകും? ശത്രുവാകും. അവനവൻ്റെ വീട്ടുകാർ തന്നെ ശത്രു. അവനവൻ്റെ വീട്ടുകാർ തന്നെ ശത്രുവാകുന്ന അനുഭവമുണ്ട്.
എന്നാൽ ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുമ്പോൾ ആരും ഒരു ദോഷവും എന്ത് ചെയ്യത്തില്ല. യെശയ്യാവ് 54:13 വായിച്ച്. യെശയ്യാവ് 54:13. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും. അപ്പൊ ആരും ഉപദേശിക്കണ്ട. മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും. മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്കിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി. നമ്മളെ ഉപദേശിക്കുന്നത് ദൈവമാണ്. നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഉപദേശിച്ചാൽ ഏക്കത്തില്ല. സ്തോത്രം. നിന്റെ മക്കൾ എന്ത് ചെയ്യുക? എല്ലാവരും യഹോവയാൽ എന്ത് ചെയ്യും? ഉപദേശിക്കപ്പെട്ട. കർത്താവ് ഉപദേശിച്ചാൽ പിന്നെ വല്ലോ ഇതുമുണ്ടോ? നമ്മൾ ഉപദേശിച്ചാലോ? ആലോചിക്കട്ടെ, നോക്കാമെന്ന് പറയും. ഒന്ന് ആലോചിച്ച് ഞാൻ നോക്കട്ടെ എന്ന് പറയും. നമ്മൾ ഏതെങ്കിലും ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റത്തില്ല. നമുക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കാം, കൗൺസിലിംഗ് നടത്താം, നല്ല കാര്യമൊക്കെ ചെയ്യാൻ പറയാം. പക്ഷേ നമുക്ക് ആരെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നന്നാക്കാൻ പറ്റത്തില്ല. പിന്നെ ദൈവത്തിന് മാത്രമേ ഒരു വ്യക്തിയെ നന്നാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചില കാര്യങ്ങൾ പറയാൻ ഒരു മുഖാന്തരമാണെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ, സ്തോത്രം, ഹല്ലേലൂയ, കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ദൈവം പ്രവർത്തിക്കാതെ ആരെന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. സ്തോത്രം. ചിലർ പറയും അവരെ അങ്ങ് നന്നാക്കിക്കൂടെയെന്ന്. എങ്ങനെ നന്നാക്കേണ്ടി? ആരെങ്കിലും ഏറ്റെടുക്കുമോ? ഹല്ലേലൂയ. ഈ കുടുംബജീവിതം വിജയിക്കാത്തവരുടെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അവരാരുടെ ആലോചന കേൾക്കത്തില്ല. ഹല്ലേലൂയ. ആലോചന കേൾക്കണം, ആലോചന ഏറ്റെടുക്കണം. ഇനി അറിവ് കുറവാണെങ്കിൽ ചോദിക്കണം. ഹല്ലേലൂയ. അറിവ് കുറവാണെങ്കിൽ ചോദിക്കണം. സ്തോത്രം. അതെങ്ങനെയാണെന്ന് ചോദിക്കണം. അപ്പോൾ എന്നാലേ വിജയിക്കത്തുള്ളൂ. വിജയിച്ച ആളുകളോട് കുറിച്ച് സംസാരിക്കണം. വിജയിച്ച ആളുകളെ എന്ത് ചെയ്യണം? സ്തോത്രം, സംസാരിക്കണം. ഹല്ലേലൂയ. ഒരാലോചനയും സ്വന്തം ആലോചന പ്രകാരം നടന്നാൽ കുടുംബജീവിതം തകർന്നു പോകും. സ്വന്തം ആലോചന പ്രകാരം നടന്നാൽ അതിന് ഇപ്പം കല്യാണ പീഠത്തിൽ കൊണ്ടുവന്ന് വന്നിട്ട് പാസ്റ്റർമാർ എന്തോ പറഞ്ഞ് നന്നാക്കാനാ? അന്നേരം ഒത്തിരി പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവരെങ്ങും കേൾക്കത്തില്ല. കാരണം അവർ ടെൻഷൻ അടിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെങ്കിലും ഇറങ്ങിപ്പോയാൽ മതിയെന്ന് ഓർത്തോണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യമല്ലോ കേൾക്കാൻ പറ്റുമോ? അപ്പോൾ ആദ്യം മുതലേ, സ്തോത്രം, ഹല്ലേലൂയ, ആദ്യം മുതലേ അങ്ങനെ ഒരു ട്രെയിനിങ് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം. ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ വല്യമ്മച്ചി പഠിപ്പിച്ചൊരു കാര്യമാണ്. പ്ലാവല എടുക്കാൻ പ്രായമാകുമ്പോൾ പ്ലാവല എടുപ്പിക്കണം. മനസ്സിലായോ? പ്ലാവല എടുക്കാൻ പ്രായമാകുമ്പോൾ നമ്മൾ ജയിക്കത്തില്ല. പ്ലാവല എടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതിന് ഒരു കഥയുണ്ട്. പണ്ട് തൈര് കലക്കിക്കൊണ്ടിരുന്നത് മത്തുകൊണ്ട്, കലത്തിനകത്ത് മത്തുകൊണ്ടാണ് തൈര് കലക്കുന്നത്. അപ്പോൾ മിക്ക വീടുകളിലും പശുവുണ്ട്, ആടുണ്ട്, തൈരുണ്ട്, പാലുണ്ട്. അപ്പം ഇത് കലക്കുമ്പം മോനെ, ഈ കൊച്ചു കുഞ്ഞിനോട് പറയുക, മോനെ കാലേബെ ഒരു പ്ലാവല എടുത്തോണ്ട് വരാൻ പറയുക. അപ്പോൾ പ്ലാവും നമ്മുടെ വീടിനുണ്ട്. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞ് പ്ലാവല എടുക്കാൻ പോകും. അപ്പോൾ അവൻ്റെ പ്രതിഫലം എന്താണെന്ന് ചോദിച്ചാൽ പ്ലാവല ഈ വെണ്ണ എടുത്തു കഴിയുമ്പോൾ നക്കാൻ കൊടുക്കും. ഞാൻ നക്കിയിട്ടുള്ളവനായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്ലാവല അന്നൊക്കെ ക്ഷാമമുള്ള കാലമാണ്. അങ്ങനെയൊന്നും തരത്തൊന്നുമില്ല. അത് നെയ്യെല്ലാം ഉരുക്കി പിടിച്ച് ഇങ്ങനെ വെക്കും. അപ്പോൾ ഈ പ്ലാവല എടുക്കുന്നവർക്ക് കിട്ടുന്ന കൂലി അതാ. അപ്പോൾ അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അവരുടെയൊക്കെ കുടുംബജീവിതം വിജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്ക് അടുക്കളയിലെ പാത്രം കഴുകുന്ന പുള്ളിയാണ് ഈ ഇരിക്കുന്നത്, സ്റ്റീവ്. എല്ലാ പാത്രവും കഴിഞ്ഞ ദിവസം അമ്മച്ചി എന്നോട് വന്ന് പറയും, അമ്മച്ചിക്ക് സമയമില്ലായിരുന്നു, സ്റ്റീവ് മുഴുവൻ പാത്രവും കഴുകി അവിടെ തുടച്ചു വിട്ടെന്ന്. എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ അമ്മച്ചിയുടെ അനുഗ്രഹം എൻ്റെ മേലങ്ങ് ചെന്നില്ലേ. നന്നായിട്ട് പാത്രം കഴുകും. വേണേ ഇന്ന് രാത്രിയിലും അവൻ പാത്രം മുഴുവൻ കഴുകി വെക്കും. അപ്പം
എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ പഠിപ്പിക്കണം, ഓരോ കാര്യവും ചെയ്യണം. സ്തോത്രം. താൻ പേടിച്ചിരിക്കുക എന്നെക്കുറിച്ച് എന്നാ പറയുന്നത്. അവൻ ഒന്നാന്തരമായിട്ട് ചായയും കാപ്പിയിട്ട് ചൂടുവെള്ളം അനത്തി നല്ലതായിട്ട് ബൂസ്റ്റ് ഇട്ട് പഞ്ചസാര 2 സ്പൂൺ കൂടുതലിട്ട് ഒക്കെ അവന് എനിക്ക് ടാങ്ക് വേണമെന്ന് പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വരും. അവരെ ചെയ്യും, അമ്മച്ചി വരണമെന്നില്ല. അപ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കണം. സ്തോത്രം, പഠിപ്പിക്കണം. അങ്ങനെയുള്ളിടത്ത് ഒരു കുടുംബവും താറുമാറാകത്തില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നമുക്ക് മടങ്ങി വരാം. ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം, അവിടെയും ഇത് തന്നെ 14-ാമത്തെ വാക്യം. ഹബക്കൂക്ക് 2:14. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ. യെശയ്യാവ് പറഞ്ഞത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. സഹസ്രാബ്ദത്തിലാണ് അത് പൂർണ്ണമാകുന്നത്. ഹല്ലേലൂയ. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വം കൊണ്ട്, സ്തോത്രം, നിറഞ്ഞിരിക്കും. ഹല്ലേലൂയ. അപ്പം ഒരു പ്ലാനിങ്ങിനും അവിടുത്തെ കുഴപ്പമില്ല. സ്തോത്രം. ഒരു പ്രളയവും ഇല്ല, ഒന്നുമില്ല. ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭൂമി. അടുത്തത് യാതൊരുവിധമായ ശാപങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഇതൊക്കെ ഒന്ന് അടിവരയിട്ട് സൂക്ഷിച്ചു വെക്കണേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 6 മുതലുള്ള 9 വരെയുള്ള വാക്യം. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്. 11:6 മുതൽ, യെശയ്യാവ് 11:6 മുതൽ. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതാ ദൈവത്തിന്റെ പരിജ്ഞാനം. ഹല്ലേലൂയ. ചെന്നായി കുഞ്ഞാടിനോടുകൂടി എന്ത് ചെയ്യും? പാർക്കും. എന്തൊരു പരിജ്ഞാനം! അതാ, ഒരു ശാപവും ഇല്ല. ചെന്നായി കുഞ്ഞാടിനോടുകൂടി പാർക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, എന്തോ ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടി കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും. പശു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവിന്റെ പരിജ്ഞാനം സഹസ്രാബ്ദത്തിൽ നടക്കുന്ന കാര്യമാണ്. സഹസ്രാബ്ദത്തിൽ പശുവും കരടിയും ഒന്നിച്ച് മേയുമെന്ന്. കാരണം കരടിക്ക് ഒരിക്കലും പശുവിനെ തിന്നാൻ തോന്നത്തില്ല. കാരണം ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് എന്ത് ചെയ്തിരിക്കുക? നിറഞ്ഞിരിക്കുക. അതിൻ്റെ സിസ്റ്റം തന്നെ മാറുക. ഹല്ലേലൂയ. പാപം ഉണ്ടായി, മനുഷ്യൻ്റെ പാപം നിമിത്തമാണ് ഈ ശാപമെല്ലാം കൂടെ വരാൻ കാരണം. മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷമാണ് ഒന്നൊന്നിനെ കൊന്നു തിന്നാനൊക്കെ തുടങ്ങിയത്. ഇല്ലെങ്കിൽ അങ്ങനെ ഇല്ലായിരുന്നു. സകലത്തിനും, ഞാൻ ഉൽപ്പത്തി പുസ്തകം ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, സകല മൃഗങ്ങൾക്കും ആഹാരം പുല്ലായിരുന്നു, സസ്യമായിരുന്നു. സസ്യവും ഫലവൃക്ഷങ്ങളുമായിരുന്നു സകലതും കഴിച്ചുകൊണ്ടിരുന്നത്. പിശാച് സാത്താൻ കയറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും ഭാവം മാറി. സാത്താൻ കയറിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഭാവം മാറും. ഹല്ലേലൂയ. സാത്താൻ കയറിയ എന്തോ ഒരു ഇതാ. അതുകൊണ്ട് വീണ്ടും ആ ആദിമ ഏദനിലെ പരദീസയുടെ അനുഭവത്തിലേക്ക്, സഹസ്രാബ്ദമാകുമ്പോൾ പരദീസയുടെ അനുഭവത്തിലേക്ക് വരും. ഹല്ലേലൂയ. പരദീസയുടെ അനുഭവത്തിലേക്ക് വായിച്ചു. അത് 9 വരെ. കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. അതാ ദൈവത്തിൻ്റെ പരിജ്ഞാനം. ഇതൊക്കെ ആളുകളോട് പറഞ്ഞു കൊടുക്കണമെന്ന്. സുവിശേഷം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞാലാണ് മനസ്സിലാകുന്നത്. സിംഹം വൈക്കോല് തിന്നും. അടുത്തത്, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പൊത്തിങ്കൽ കളിക്കും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോത്തിങ്കൽ കളിക്കും. എന്ന് വെച്ചാൽ ആ ഇതിനകത്ത്, പൊത്തിനകത്ത് അവിടെ ഇന്ന് കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിജ്ഞാനം മനസ്സിലായ. കാരണം അണലി കടിച്ചാൽ വിഷമില്ല, അത് കടിക്കത്തുമില്ല. അടുത്തത് 9 വരെ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ
പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പൂർണ്ണമായിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 35:9 65:25 35:9. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദുഷ്ടമൃഗവും വരത്തില്ല. ഇതെല്ലാം മാറും. അടുത്തത് 65:25 വീണ്ടും നമ്മൾ വായിച്ച ഇത് തന്നെയാണ്. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും. 2 പ്രാവശ്യം എടുത്തു പറഞ്ഞേക്കുക. ഈ 11-ാം അധ്യായത്തിലും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എടുത്ത് പറഞ്ഞേക്കുക. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സ്തോത്രം. ഹല്ലേലൂയ. ഈ സമയത്ത് രോഗമില്ല കേട്ടോ പ്രിയമുള്ളവരെ. ഈ രോഗമെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പത്രം വായിച്ചിട്ടുള്ളവർ എത്ര പേര് കേട്ടെന്നറിയത്തില്ല. ഇപ്പം മരുന്ന് മേടിക്കുന്ന മരുന്നിനൊന്നും മരുന്നിൻ്റെ അംശമില്ലെന്ന്. ഇപ്പം രോഗം കുറയുന്ന എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ മരുന്ന് കഴിച്ചല്ലോ എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ വരുമ്പോൾ ആ വിശ്വാസത്തിന്മേലാണ് രോഗം കുറയുന്നത്. പലതിനകത്തും മരുന്നില്ല. പഴയ നേഴ്സുമാരോട് ചോദിച്ചാൽ അറിയാം. ചില അമ്മച്ചിമാർ ചെന്ന് കഴിഞ്ഞേച്ച് ഒരു രോഗവും ഇല്ല, അവർക്കൊരു ഇഞ്ചക്ഷൻ വേണം. അവസാനം നേഴ്സുമാർ എന്നാ ചെയ്യുമെന്നറിയാമോ? ഈ വെള്ളം മാത്രം, വെള്ളം തന്നെ കുത്തിയാലും കുഴപ്പമില്ല, പക്ഷെ അമ്മച്ചിയുടെ രോഗം മാറും. മരുന്നില്ല, പക്ഷേ അതിനകത്ത് എന്താ ഉള്ളത്? ഡിസ്റ്റിൽഡ് വാട്ടർ, വെള്ളം. അതിൻ്റെ പൊട്ടിച്ചേച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഗവൺമെൻറ് ആശുപത്രി കുത്തുന്നത്. അത് പൊട്ടിച്ചേച്ച്, കാരണം അവർക്ക് ഇഞ്ചക്ഷൻ വേണം. ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിലേ രോഗം മാറുള്ളൂ. അപ്പോൾ അത് കിട്ടി. ഈ ഇഞ്ചക്ഷൻ അങ്ങ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവർക്ക് എന്തായെന്നറിയാമോ? തൃപ്തിയായി. എന്നുവെച്ചാൽ ഇതെല്ലാം മനസ്സിൻ്റെ ഒരു കാര്യമാണ്. നിങ്ങളിനി മനസ്സിലാക്കണം. പ്രഷർ 80, 120 എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ചത് ആരാ? മരുന്ന് കമ്പനിക്കാരാ. ഇനി പ്രഷർ 80, 120 എന്നൊക്കെ പറഞ്ഞ് അവരൊരു മാർജിൻ വെച്ചേക്കുന്നത്. ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു ഡോക്ടർ പറഞ്ഞിട്ട് ഷുഗർ ഫാസ്റ്റിങ്ങിൽ 140, 150 ആയാലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. കാരണം ഈ 150ൻ്റെ റീഡിങ് വെച്ചേക്കുന്ന ആരാ? അത് കൂടരുത് കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കാതിരിക്കരുത്. എന്ന് വെച്ചാൽ ഷുഗർ ഒരു 100 ആകുമ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് പേടിയാണ്. എൻ്റെ കൂടെ നടക്കുന്ന ചില ആളുകളുണ്ട്, മധുരം ഇട്ടൊന്നും കഴിക്കത്തില്ല. വലിയ പ്രായമൊന്നുമില്ല, ഇപ്പോഴേ ശ്രദ്ധിക്കുക. ഒന്നും കഴിക്കാവുന്ന സമയത്ത് കഴിച്ചോണം. കഴിക്കാൻ പറ്റാത്തൊരു സമയം വരും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ മരുന്നിനകത്ത് ഇപ്പോൾ പാരസെറ്റമോളിനകത്ത് വലിയ കണ്ടന്റ് ഇല്ല. എത്ര മരുന്നുകളാണ് നിരോധിച്ചേക്കുന്നത്? അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊന്നും ഇല്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വല്ല കപ്പപ്പൊടി കൊണ്ടുണ്ടാക്കിയ സാധനമായിരിക്കും ഈ ഗുളിക. കപ്പപ്പൊടി എന്ന് വെച്ചാൽ വെള്ളുകപ്പയുണ്ടല്ലോ, അത് പൊടിച്ച് അതിനകത്ത് എന്തെങ്കിലും കയറ്റി. ഹല്ലേലൂയ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജൈവവളമാണെന്നും പറഞ്ഞുകൊണ്ട് വളം മഴക്കാലം ആകുമ്പോഴത്തേക്ക് ആളുകൾ വരും. കണ്ട അറക്കപ്പൊടി അതും ഇതും എല്ലാം കൂടി ഇട്ട് അതിനകത്തോട്ട് 1 കിലോ യൂറിയായോ 2 കിലോ യൂറിയായും കൂടെ അതിനകത്തോട്ട് ഇട്ടങ്ങ് ഇളക്കും. ഇളക്കി കഴിഞ്ഞിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ വാഴയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ യൂറിയയുടെ അംശം ഉള്ളതുകൊണ്ട് ഈ വാഴ ഒരു 2 ഇല കറുത്ത് വരും. നമുക്ക് തൃപ്തിയായി. എന്നാൽ ഈ ജൈവവളം ഉണ്ടാക്കുന്ന ഒരു വലിയ തോട് പോലെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റും വാഴയുടെയും പിണ്ടിയും തടിയും അതുപോലുള്ള ചപ്പും ചവറും എല്ലാം കൂടെ കൊണ്ടിട്ട് കുറച്ച് ചാണകവും കൂടി ഇട്ട് അതിനകത്തിട്ട് കുറച്ച് ആളിട്ടേച്ച് അതൊന്ന് മൂടിയിട്ടേച്ച് അതെടുത്തിട്ടാലോ കമ്പും കോലും എല്ലാം ദ്രവിച്ചു പോകും. അത് ജൈവവളമായിട്ട് മാറും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്വാഭാവികമായിട്ടങ്ങ് വന്നു പോയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമ്മളെന്താ വായിച്ചത്? സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 33-ാം അധ്യായം 24-ാമത്തെ വാക്യം. എനിക്ക് ദീനമെന്ന് 33:24. എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയുകയില്ല. എനിക്ക് ദീനമെന്ന് എന്ത് പറയുകയല്ല? യാതൊരു നിവാസികളും പറയുകയല്ല. ജനത്തിന്റെ അകൃത്യം. സ്തോത്രം. എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസി എന്ത് ചെയ്യല പറയുകയല്ല. ഇപ്പം 2 പേര് തമ്മിൽ കണ്ട എന്താ പറയുന്നത്? നിനക്ക് കൊളസ്ട്രോൾ എത്ര ഉണ്ട്, ഷുഗർ എത്ര ഉണ്ട്, പ്രഷർ എത്ര ഉണ്ട്, ഇനി വേറെ വല്ല തടിപ്പോ മഴയോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വേണ്ട. ഇപ്പം തമ്മിൽ കാണുമ്പോൾ
തോന്നുമ്പോൾ എനിക്കും ചിലപ്പോൾ ഷേവ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട് ഇവിടെ എങ്ങാണ്ടൊരു തടുപ്പുണ്ടോ എന്ന്. ഇനി തടിച്ചവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തിരിക്കുക. ഇവിടെ നോക്കുമ്പോൾ അതിന് കുരുവാന്ന് തന്നെ കുറേ നാളായി, അത് തടിച്ചവിടെ ഇരിക്കട്ടെന്നേ. അപ്പോൾ ഇത് ഏതായാലും വിളിക്കുമ്പോൾ പോകണ്ടേ? സ്തോത്രം. പക്ഷേ ഇവിടെ പറയാ അന്ന് ഒരുത്തനും ദീനമെന്ന് എന്ത് ചെയ്യല. ഇനി നമ്മളും ദീനത്തെക്കുറിച്ചുള്ള കാര്യം അങ്ങ് വിട്ട് കളയണം കേട്ടോ. ദീനം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. ഹല്ലേലൂയ. ദീനമെന്നുള്ള ആ ഒരു ചിന്ത, എനിക്ക് രോഗമാണെന്നുള്ളൊരു ചിന്ത. രോഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? രോഗമായി പോവും. ഞാൻ ഈയിടെ ഒരു കാർട്ടൂൺ പോലൊരു സാധനം കണ്ടു. അമ്മയ്ക്ക് അല്പം പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട്. അപ്പം നടക്കാം എന്ന് പറഞ്ഞാൽ അമ്മ നടക്കുകയല്ല. അപ്പോൾ മോനത് മനസ്സിലായി. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ മോൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് മോൻ എന്ത് ചെയ്യും? അവൻ്റെ ലാപ്ടോപ്പും ഇതുമൊക്കെ കാറേ വെക്കും. ഇവർ 5-6 നില മോളിലാണ് താമസിക്കുന്നത്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഭാര്യയോട് പറയും, നീ എനിക്കെല്ലാം കഴിക്കേണ്ട, അമ്മ പോയി ആ ലാപ്ടോപ്പിങ് എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പോൾ അമ്മ ഏണിന് കയ്യുമൊക്കെ കൊടുത്ത് പതുക്കെ ചെന്ന് മനസ്സോടെ പോയി എടുത്തുകൊണ്ട് വരും. അത് കഴിഞ്ഞേച്ച് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തൈരില്ല. അപ്പോൾ അവൻ പറഞ്ഞു, എടി നീ തൈര് എടുത്തു വെക്കുക, അമ്മ അടുത്ത കടയിൽ പോയി ഇച്ചിരി തൈരിങ്ങ് മേടിച്ചോളൂ. അപ്പോൾ മരുമോക്ക് ദേഷ്യം വന്നു. മരുമോക്ക് അമ്മായിയമ്മയോട് ഭയങ്കര സ്നേഹമാണ്. കെട്ടിയോൻ എന്നെ ഈ അമ്മയോട് ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ അമ്മ തൈര് മേടിക്കാൻ പോയപ്പോൾ അവൻ ഭർത്താവ് അവളോട് പറഞ്ഞു, എടി ഞാൻ ഡോക്ടറെ അടുക്ക ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞതാ എന്താ അമ്മയെക്കൊണ്ട് നടത്തണമെന്ന്. അമ്മയോട് നടക്കാൻ പറഞ്ഞാൽ അമ്മ നടക്കുകയല്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ? അമ്മ നടക്കത്തുള്ളൂ, അമ്മ എന്തെങ്കിലും കാര്യം ചെയ്യത്തുള്ളൂ. അപ്പോൾ മരുമോക്ക് സന്തോഷമായിപ്പോയി. കാരണം അമ്മയെ മനഃപൂർവ്വം ഇത് ചെയ്യുന്നതല്ലെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇനി ദീനമെന്നൊന്നും പറയണ്ടെന്ന്. ഹല്ലേലൂയ. ഇനി തല കറങ്ങി വീഴുമ്പോൾ അങ്ങ് പോയാൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ വെറുതെ എല്ലാവരും പോയി. എന്നോട് എത്ര പേര് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ വാർത്ത വായിച്ചോ, ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് പറയുന്ന ഭയങ്കര തട്ടിപ്പാന്ന്. 4000-5000 രൂപ കൊടുക്കണം ഫുൾ ബോഡി ചെക്കപ്പ്. പോയി അവരത് നോക്കി ഇത് നോക്കി, നമുക്ക് ഭയങ്കര സംതൃപ്തി. എൻ്റെ ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ എനിക്കൊന്നും പേടിക്കാനില്ലെന്ന്. ദൈവം എന്നാ ചെക്കപ്പ് കഴിഞ്ഞേച്ച് പറഞ്ഞാലും പോക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ദീനമെന്ന് അന്ന് സഹസ്രാബ്ദത്തിൽ എന്തില്ല? ദീനമെന്ന് ഒരുത്തം പറയത്തില്ല. അടുത്തത് സ്തോത്രം, അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 30:17 എസെക്കിയേൽ 34:16 കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് എന്ത് വരുത്തും? ആരോഗ്യം വരുത്തുമെന്ന്. നമ്മളോടുള്ള ആലോചന. നമ്മുടെ മുറിവുകളെ ദൈവത്തിന് പൊറുപ്പിക്കാൻ കഴിയും. ഞാൻ നിനക്ക് ദൂത് ഏറ്റെടുക്കാൻ പറ്റുമോ? ബൈബിൾ ക്ലാസ് ആണേലും ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന്. ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തും. ആരാ? കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ മുറിവുകളെ കെട്ടാം, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഞാൻ നിന്റെ എന്താ വായിച്ചത്? ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 34:16 വായിച്ചേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34:16 വാക്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ അരുളപ്പാട്, കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. തമ്പുരാൻ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടും, ദീനം പിടിച്ചതിനെ ശക്തീകരിക്കും. നമ്മൾ ദീനമാണെന്ന് പറയാതെ ഇതിനെയെല്ലാം സഹസ്രാബ്ദത്തിലേക്ക് വരുമ്പോൾ എല്ലാം ദൈവം ഓക്കെ ആക്കും. സ്തോത്രം. ഹല്ലേലൂയ. രാത്രിയിൽ നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇനി എത്രയും താമസമെന്നാ യേശുക്രിസ്തു മടങ്ങി വരും. കർത്താവ് മടങ്ങി വരും. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായി മടങ്ങി വരും. ആ ദൈവത്തെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ